അല്ലാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല, യഹോവയും ഈശ്വരനും അതേ ദൈവം തന്നെ. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ദൈവദൂതന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിൽ ദൈവിക ഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമായി അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർക്കായി അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ശാസ്ത്ര പുരോഗതിയിലൂടെ മനുഷ്യൻ വളരെയേറെ മുന്നോട്ടുപോയിട്ടും 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു പരാമർശം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ ഖുർആനിൽ പറഞ്ഞ ചരിത്ര പരാമർശങ്ങൾ 100% സത്യമാണെന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലൂടെ സഞ്ചരിച്ച് മുൻകാല ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അധ്യായം 27, നംല് 69-ാം വചനം. قُلْ سِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ كَانَ عَاقِبَةُ الْمُجْرِمِينَ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ഇതേപോലെയുള്ള ഖുർആനിക വചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ പരാമർശിച്ച ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവിടെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ചരിത്ര സംഭവങ്ങൾ കാലക്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ഞങ്ങൾ സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർഡാൻ, ഒമാൻ, UAE, ഇറാൻ, അർമേനിയ, സോവിയറ്റ് ജോർജിയ, തുർക്കി, ഇറാഖ്, കുർദിസ്ഥാൻ, ലെബനൻ, യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ നഗരങ്ങളും നാട്ടിൻപുറങ്ങളും മരുഭൂമികളും സമുദ്രങ്ങളും മഞ്ഞുമൂടിയ മലകളും താണ്ടിക്കടന്ന് പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദം അലൈഹിസ്സലാം. ലക്ഷോപലക്ഷം ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിശേഷ ബുദ്ധിയോടുകൂടി സ്വർഗത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടവനാണ് മനുഷ്യൻ. മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ അറഫയിലെ ഈ ജബലുർ റഹ്മയിലാണ് മനുഷ്യവർഗത്തിന്റെ ആദിപിതാവായ ആദമും ആദിമാതാവായ ഹവ്വയും ഭൂമിയിലെത്തിയ ശേഷം തമ്മിൽ കണ്ടുമുട്ടിയത് എന്നതാണ് പ്രമുഖമായ വ്യാഖ്യാനം. നൂഹ് അലൈഹിസ്സലാം. ദൈവദൂതനായ നൂഹ് നബി ജീവിച്ച പ്രദേശങ്ങൾ ഇപ്പോഴത്തെ ഇറാഖിലാണ്. ബിംബാരാധകരായ സുമേറിയൻ ജനതയെ അദ്ദേഹം സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തതായി ഖുർആൻ വ്യക്തമാക്കുന്നു. ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും അല്പം ആളുകൾ മാത്രമേ സത്യവിശ്വാസികളായുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ധിക്കാരികളെ നശിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. മരപ്പലകകൾ ഘടിപ്പിച്ച് ഒരു കപ്പലുണ്ടാക്കുവാനും സത്യവിശ്വാസികളെയും വംശം നശിക്കാതിരിക്കാൻ എല്ലാ ജന്തുവർഗങ്ങളുടെ ഇണകളെയും അതിൽ കയറ്റാൻ അല്ലാഹു കൽപ്പിച്ചു. ഇറാഖിലെ കൂഫയിൽ ഇവിടെ വെച്ചാണ് അതുണ്ടാക്കിയത് എന്നാണ് ആധികാരികമായ അഭിപ്രായം. പശ്ചാത്തലത്തിൽ കാണുന്നത് ചരിത്രപ്രധാനമായ കൂഫ പള്ളി. ആകാശം പേമാരി കുത്തിച്ചൊരിഞ്ഞു. എങ്ങും ഉറവകൾ പൊട്ടിയൊലിച്ചു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. സത്യനിഷേധികളെല്ലാം ചത്തൊടുങ്ങി. ദിവസങ്ങൾക്കുശേഷം വെള്ളം ഇറങ്ങിത്തുടങ്ങി. നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിന്മേൽ ചെന്നുറച്ചതായി 11-ാം അധ്യായം 44-ാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. وقيل يا أرض
ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. നൂഹ് നബിയുടെ കപ്പൽ തട്ടി നിന്ന തുർക്കിയിലെ ജൂതി പർവ്വതം കുർദിസ്ഥാന്റെ വടക്കേ അറ്റത്തു നിന്നുള്ള ദൃശ്യം. 6800 അടിയാണ് ഇതിന്റെ ഉയരം. കിഴക്കൻ തുർക്കിയിൽ അർമേനിയൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഐസ് മൂടിക്കിടക്കുന്ന ഈ അറാറത്ത് പർവ്വതത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ജൂതി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആദ് സമുദായവും ഹൂദ് നബിയും. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഒമാനിൽ ഉൾപ്പെട്ട ഷിസറിൽ മൺമറഞ്ഞു പോയതും 1992 ഉത്ഖനന ഗവേഷണത്തിലൂടെ മണൽ കൂനകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയതുമായ അഹ്കാഫ് അഥവാ ഉബാർ എന്ന പ്രദേശത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ഇത് ഒമാനിലെ സ്വലാല. ഇവിടുന്ന് 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ഉബാറിലെത്താം. ഹൂദ് നബിയുടെ ജനതയായ ആദ് സമുദായക്കാർ ജീവിച്ചിരുന്ന പ്രദേശമാണ് ഉബാർ. മണൽക്കുന്നുകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയ ഏതാനും വീടുകളുടെ അവശിഷ്ടങ്ങളാണിത്. അധ്യായം 11 ഹൂദ് 50 അല്ലാഹു പറയുന്നു: وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു: എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. സൂറത്ത് ഹൂദിൽ തുടർന്നുള്ള സൂക്തങ്ങളിൽ ഹൂദ് നബി പ്രബോധനം ചെയ്ത സത്യസന്ദേശത്തെ അവർ ധിക്കരിച്ചു തള്ളിയതായി ഖുർആൻ പറയുന്നു. ആദ് സമുദായത്തിന് അല്ലാഹു സമൃദ്ധമായി ജലം നൽകി. അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത്. ഇപ്പോഴും അതിൽ വെള്ളം സമൃദ്ധമാണ്. അധ്യായം 89 അൽ ഫജ്ർ 6, 7, 8 സൂക്തങ്ങൾ. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. ആദ് സമുദായത്തെ നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? അഥവാ തൂണുകളുടെ ഉടമയായ ഇറം ഗോത്രം. അതിനു തുല്യമായിട്ടൊന്ന് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം. പ്രസ്തുത തൂണുകളുടെ മാതൃക. അവരുടെ തൂണുകളുടെ അവശിഷ്ടമാണിത്. ആദ് സമുദായം ഉപയോഗിച്ച വസ്തുക്കൾ:
കല്ലുകൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ. കുന്തിരിക്കം മരം അക്കാലത്ത് സമൃദ്ധമായി കൃഷി ചെയ്യപ്പെട്ടിരുന്നു. ഇതിന്റെ കറ സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും നിർമ്മിക്കാൻ കയറ്റുമതി ചെയ്ത് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്ന ആദ് സമുദായം ബിംബാരാധനയും സത്യനിഷേധവും തുടർന്നപ്പോൾ ഹൂദ് നബി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതും അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഹൂദ് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ശേഷം അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അധ്യായം 69 അൽ ഹാഖ 6-7 സൂക്തങ്ങൾ. وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. എന്നാൽ ആദ് സമുദായം അത്യുഗ്രമായ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണുകിടക്കുന്നതായി നിനക്ക് കാണാം. തീർത്തും ശൂന്യമായ മരുഭൂമിയാണ് ഉബാറിന് ചുറ്റും. അന്നത്തെ കൊടുങ്കാറ്റിനെ തുടർന്ന് മണൽ മൂടിപ്പോയ അവരുടെ വാസസ്ഥലങ്ങളിൽ കുറച്ചു മാത്രമേ മണൽ നീക്കി കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും മണൽ നീക്കിയാൽ മൺമറഞ്ഞുപോയ അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സമ്പൽ സമൃദ്ധിയിൽ മതിമറക്കുന്ന മനുഷ്യരെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സ്വാലിഹ് നബിയും സമൂദ് ഗോത്രവും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിജ്റിൽ ജീവിച്ചിരുന്ന ഗോത്രമാണ് സമൂദ്. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. സൗദി അറേബ്യയിലെ മദാഇൻ സ്വാലിഹിൽ പാറ വെട്ടിത്തുരന്ന് നിർമ്മിച്ച അവരുടെ ഗുഹാഭവനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മദീനയിൽ നിന്ന് 405 കിലോമീറ്റർ വടക്കാണ് മദാഇൻ സ്വാലിഹ്. സ്വാലിഹ് നബി ജനങ്ങളോട് പറഞ്ഞു. അധ്യായം 11 ഹൂദ് 61 സൂക്തം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധ്യനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എന്റെ രക്ഷിതാവ് സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. അധ്യായം 15 അൽ ഹിജ്ർ 82 സൂക്തം. وكانوا ينحتون من الجبال بيوتا آمنين. അവർ പർവ്വതങ്ങളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അധ്യായം 89 അൽ ഫജ്ർ
9-ാം സൂക്തം. وثمود الذين جابوا الصخر بالواد താഴ്വരയിൽ പാറ വെട്ടിത്തുരന്ന് കെട്ടിടമുണ്ടാക്കിയ സമൂദ് ഗോത്രം. അവരുപയോഗിച്ചിരുന്ന പൊതു കിണറിന്റെ ദൃശ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സഹാബാക്കളുമായി യാത്ര ചെയ്തപ്പോൾ ഈ പ്രദേശത്തുകൂടിയാണ് കടന്നുപോയത്. അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച സ്ഥലമാണിതെന്ന് പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂദ് ഗോത്രത്തിൽ ചിലർ പൊതുചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഹാൾ. അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അൽ ഉല മ്യൂസിയത്തിൽ. 9 റൌഡി സംഘങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ബഹുദൈവാരാധനയും കൊള്ളയും അക്രമവും ധിക്കാരവും വ്യാപകമാക്കിയിരുന്നു അവർ. അസാധാരണ രൂപത്തിൽ ഒരു ഒട്ടകം സൃഷ്ടിക്കപ്പെടുകയും ആ ഒട്ടകം അവർക്കിടയിലൂടെ നടക്കുകയും ചെയ്തു. അതിനെ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഒട്ടകം വെള്ളം കുടിച്ച സ്ഥലമാണിത്. അവർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. ആ പാതകം ചെയ്തത് ഇവിടെ വെച്ചാണ്. പുലർച്ചെ ദൈവിക ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്തു. അധ്യായം 11 ഹൂദ് 67-ാം സൂക്തം. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. അക്രമം പ്രവർത്തിച്ചവരെ ഘോരശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു. ഈ ചരിത്രമാണ് അൽ ഉല മ്യൂസിയം ഡയറക്ടർ വിവരിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ മതിമറന്ന ആധുനിക മനുഷ്യരെ, കൊട്ടാരതുല്യമായ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ മേൽ തകർത്തു വീഴ്ത്താൻ പടച്ചവന് പ്രയാസമില്ലെന്ന് ഓർക്കുക. ദക്ഷിണ സിനായിൽ സ്വാലിഹ് നബിയുടെ ഖബറാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദക്ഷിണ ഇറാഖിൽ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ തെക്കാണ് അന്നാസുരിയ പട്ടണം. അവിടുന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇബ്രാഹിം നബിയുടെ നാടായ ബാബിലോണിയയിലെ ഊർ സ്ഥിതി ചെയ്യുന്നത്. അന്നാസുരിയ പട്ടണം യൂഫ്രട്ടീസ് നദീതീരത്താണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇവിടെയാണ്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യം ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്. ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. ഊറിന്റെ കാവൽക്കാരനായി ഇബ്രാഹീമിന്റെ ജനത കരുതിയ ചന്ദ്രദേവനെ ആരാധിക്കാൻ നമ്രൂദ് രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. പിൽക്കാലത്ത് ഇത് പുതുക്കിപ്പണിതു. കൂടെയുള്ളത്
ഇറാഖി പട്ടാളക്കാരനും ഊറിലെ ഗൈഡുമാണ്. 5000-ഓളം ദേവീദേവന്മാരെ ആരാധിച്ചിരുന്ന സ്വന്തം ജനതയോടും പിതാവിനോടും ഊർനമു എന്ന നമ്രൂദ് രാജാവിനോടും ബിംബാരാധനയുടെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉണർത്തി. കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത സ്വന്തം കൈകളാൽ നിർമ്മിച്ച പ്രതിമകളെ പൂജിക്കുന്നത് അവിവേകവും ദൈവത്തോടുള്ള ധിക്കാരവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നമ്രൂദിന്റെ കൊട്ടാരം. അടിത്തറ ഏകദേശം 38 മീറ്റർ നീളവും അത്ര തന്നെ വീതിയുമുള്ള ഈ കൊട്ടാരത്തിൽ 30ഓളം റൂമുകൾ ഉണ്ടായിരുന്നു. ബിംബങ്ങൾ നിർജീവ വസ്തുക്കളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാം തന്ത്രം പ്രയോഗിച്ചു. അവയിൽ ചിലതിനെ തകർക്കുകയും വലുതിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിടുകയും ചെയ്തു. ഇക്കാരണത്താൽ അദ്ദേഹത്തെ തീയിൽ എറിഞ്ഞുകൊല്ലാൻ അവർ തീരുമാനിച്ചു. പ്രപഞ്ചനാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം തുറന്നു പ്രഖ്യാപിച്ച ആ മഹോന്നതൻ നിഷ്കരണം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. കരിച്ചുകളയാനുള്ള തീയിന്റെ ശക്തിയെ അല്ലാഹു ഇല്ലാതാക്കി. അധ്യായം 21. അംബിയാ 69-ാം സൂക്തം. قُلْنَا يَا نَارُ كُونِي بَرْدًا وَسَلَامًا عَلَى إِبْرَاهِيمَ وَأَرَادُوا بِهِ كَيْدًا فَجَعَلْنَاهُمُ الْأَخْسَرِينَ. നാം പറഞ്ഞു, തീയെ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അവരെ ഏറ്റവും നഷ്ടക്കാരാക്കുകയാണ് നാം ചെയ്തത്. നാടും വീടും ഉപേക്ഷിച്ച് ഊറിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരം ദുർഘടമായ പ്രദേശങ്ങൾ താണ്ടി അദ്ദേഹം ഫലസ്തീനിലെത്തി. ഇത് ഫലസ്തീനിലെ അൽ ഖലീൽ എന്ന ഹെബ്രോൻ പട്ടണം. അദ്ദേഹത്തിന്റെ ഖബർ ഈ അൽ ഖലീൽ പള്ളിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് പിറന്ന കുഞ്ഞുമകനെയും ഭാര്യ ഹാജറായെയും ഫലസ്തീനിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരെ അറേബ്യയിലെ വിജനമായ മക്കയിൽ താമസിപ്പിച്ച് തിരിച്ചുപോരാൻ ദൈവീക കൽപ്പനയുണ്ടായി. വരണ്ടുകിടക്കുന്ന മക്കാ താഴ്വരയിൽ വെള്ളം തേടി വെപ്രാളപ്പെട്ട് സഫാ മർവ കുന്നുകൾക്കിടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ പരക്കം പാഞ്ഞു. ആ സംഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും അതിന്റെ സ്മരണ നിലനിർത്താനും അതേ സ്ഥാനത്ത് ഹജ്ജിലും ഉംറയിലും തീർത്ഥാടകർ വേഗം നടക്കുന്നു. മക്കയിലെ ജലശൂന്യമായ ഏകാന്ത താഴ്വരയിൽ വിട്ടേച്ചുപോയ പിഞ്ചു പൈതൽ ദാഹം സഹിക്കവയ്യാതെ കാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ അവിടെ പൊട്ടിയൊഴുകിയ ഉറവയാണ് സംസം. ഈ അത്ഭുത നീരുറവ മരുഭൂമിയിൽ 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൃദ്ധമായി നിലനിൽക്കുന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾ ഉപയോഗിച്ചിട്ടും വറ്റാത്ത ഈ അത്ഭുത ജലപ്രവാഹം പരമകാരുണ്യകനായ ദൈവം മക്കാ നിവാസികൾക്കും അവന്റെ അതിഥികളായി അവിടെ എത്തുന്നവർക്കും വേണ്ടി ഒരുക്കിയ ഒരു നിധിയാണ്. ഇസ്മായിൽ വളർന്ന് നടക്കാറായപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് തന്റെ മകനെ അറുക്കണമെന്ന് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു. ദൈവീക കൽപ്പന നടപ്പാക്കാൻ അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി. മകനെയുമായി മിനായിലേക്ക് പുറപ്പെട്ട പിതാവ് ഈ സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാജ് ശ്രമിച്ചു. അശരീരിയുടെ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കല്ലെറിഞ്ഞ സ്ഥലങ്ങളാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതനുസരിച്ച് ഹജ്ജ് കർമ്മത്തിൽ
അതേ സ്ഥാനത്ത് കല്ലെറിയുമ്പോൾ സകല പൈശാചിക ശക്തികളോടും തിന്മയോടും എതിരിടാനുള്ള വിശ്വാസവും ആവേശവും നമ്മിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഹജ്ജ് ചൈതന്യമില്ലാത്ത കേവലം ചടങ്ങ് മാത്രമാകും. കല്ല് ഈ തടത്തിൽ വീണാൽ മതി, തൂണുകളിൽ തട്ടേണ്ടതില്ല. അല്ലാഹു അക്ബർ അഥവാ ദൈവമാണ് സർവോന്നതൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കല്ലെറിയേണ്ടത്. തനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് ദൈവത്തിന്റെ പ്രീതിയാണ് എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ് മിനായിലെ കല്ലേറിലൂടെ ഹാജിമാർ ചെയ്യുന്നത്. മകനെ അറുക്കാൻ കിടത്തി, കത്തിയെടുത്തു പിതാവ്. അല്ലാഹു പ്രഖ്യാപിച്ചു, വേണ്ട ഇബ്രാഹിം, എന്റെ കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു. അതിന് പകരമായി ഒരാടിനെ അറുക്കുക. ദൈവിക പ്രീതിക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാക്കുകയാണ് ബലിയുടെ ലക്ഷ്യം. മകൻ വളർന്നു വലുതായപ്പോൾ രണ്ടുപേരോടും പുരാതന അടിത്തറക്ക് മുകളിൽ കഅബാലയം പടുത്തുയർത്താൻ അല്ലാഹു കൽപ്പിച്ചു. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ഈ ദൈവീക ഭവനം വലയം വെക്കൽ അഥവാ ത്വവാഫ് ചെയ്യൽ ഹജ്ജിലും ഉംറയിലും നിർബന്ധമാണ്. അലാസ്ക മുതൽ ഫിജി ദ്വീപുകൾ വരെ പരന്നുകിടക്കുന്ന വിശാലമായ ലോകത്തിന്റെ 200ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പുണ്യഗേഹത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നു. ദേശഭാഷ വർണ്ണജാതി വ്യത്യാസങ്ങളില്ലാതെ മസ്ജിദുൽ ഹറമിൽ തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുന്ന ഹാജിമാരെയാണ് നാം കാണുന്നത്. ലൂത്ത് നബിയും ചാവ് തടാകവും. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാൻ നഗരമാണിത്. ഇവിടുന്ന് 55 കിലോമീറ്റർ അകലെയാണ് ചാവു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായ ലൂത്ത് നബിയെ ഫലസ്തീന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് അല്ലാഹു നിയോഗിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം സദോം ആയിരുന്നു. 4000 വർഷങ്ങൾക്ക് മുൻപ് സ്വവർഗ സംഭോഗികളായിരുന്ന തന്റെ ജനതയോട് ദൈവദൂതനായ ലൂത്ത് നബി ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിക്കുകയുണ്ടായി. അവർ പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പരസ്യമായി സ്വവർഗ സംഭോഗം തുടരുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ദുഷ്പ്രവർത്തനത്തിൽ മുഴുകിയ ജനതയെ സംസ്കരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഭാര്യ ഒഴിച്ചുള്ള തന്റെ വീട്ടുകാർ മാത്രമാണ് സത്യവിശ്വാസികളായത്. ആ നാടിനെ നശിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ മലക്കുകളെപ്പോലും സ്വവർഗരതിക്കിരയാക്കാൻ അവർ ഓടിവന്നു. മലക്കുകൾ ലൂത്ത് നബിയോടും ഭാര്യ ഒഴികെയുള്ള വീട്ടുകാരോടും നാടുവിടാൻ അല്ലാഹു കൽപ്പിച്ചതായി അറിയിച്ചു. പിന്നീടുണ്ടായ സംഭവം ഖുർആൻ പറയുന്നു. അധ്യായം 11 ഹൂദ് 82 സൂക്തം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലായി മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. ആ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാൻ ഇറക്കിയ രാസമഴയുടെയും ഭൂകമ്പത്തിന്റെയും ഫലമായി രൂപം കൊണ്ട ഈ ചാവു തടാകത്തിലെ ഉപ്പിന്റെ തോത് സാധാരണ സമുദ്രജലത്തിന്റെ തോതിനേക്കാൾ 8 ഇരട്ടിയാണ്. ഉപ്പും മറ്റ് ലവണങ്ങളും വൻതോതിൽ അലിഞ്ഞു ചേർന്നതിനാൽ സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ കിടന്നാൽ ആണ്ടുപോവുകയില്ല. ജീവന്റെ അംശം തീരെ അസാധ്യമായതിനാലാണ് ചാവു തടാകം അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ
എന്നെല്ലാം ഇത് അറിയപ്പെടുന്നത്. 82 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകമധ്യത്തിൽ 1400 മീറ്റർ വരെ ആഴമുണ്ട്. അക്കരെ ഫലസ്തീനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. അധ്യായം 29 അൻകബൂത്ത് 34-35 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു: إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്തുനിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തുമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അല്ലാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത്. സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക. ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരകശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കിവെച്ചിട്ടുണ്ട്. ഈ ദുഷ്പ്രവർത്തനത്തിലേർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക. യൂസുഫ് അലൈഹിസ്സലാം. യഅ്കൂബ് അഥവാ ഇസ്രായേൽ എന്ന പ്രവാചകന്റെ മകനായിരുന്നു യൂസുഫ് നബി. അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നു. അക്കാലത്ത് 1000 ദിവസം കൊണ്ട് നൈലിന്റെ ശാഖയായി നിർമ്മിച്ച നദിയാണ് നഹ്ർ യൂസഫ്. 1000 ദിവസം അഥവാ അൽഫിയൗം എന്ന പദം ലോപിച്ചുണ്ടായ അൽ-ഫയ്യൂം പ്രദേശത്തുകൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഈ നദി കാരണം ആ പ്രദേശം ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നു. കൈറോയിൽ നിന്ന് 80 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ഇതിന്റെ സ്ഥാനം. ഷുഐബ് അലൈഹിസ്സലാം. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 135 കിലോമീറ്റർ ദൂരെ മദിയൻ പ്രദേശത്തേക്കുള്ള വഴിയാണിത്. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയിരുന്ന മദിയൻ ജനതയിലേക്ക് അല്ലാഹു അയച്ച ദൂതനായിരുന്നു ഷുഐബ് നബി. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക, അദ്ദേഹം തന്റെ ജനതയെ ഉപദേശിച്ചു. ഉപദേശം തുടർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. കച്ചവടത്തിൽ കൃത്രിമം നടത്തുന്നത് അവർ തുടർന്നു. എന്നാൽ അവരും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല. അധ്യായം 11 ഹൂദ് 94-95. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين.
നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ വീണുകിടക്കുകയായിരുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർക്ക് എക്കാലത്തേക്കും മുന്നറിയിപ്പായി മദിയൻ താഴ്വര ശൂന്യമായി ഇപ്പോഴും കിടക്കുന്നു. അല്ലാഹു ശുഐബ് നബിയെ രക്ഷപ്പെടുത്തിയത് ജോർഡാനിലെ സൽത്തുന് സമീപത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഈ പള്ളിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മൂസ അലൈഹിസ്സലാം. മൂവായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജനിച്ച പ്രവാചകനാണ് മൂസാ നബി. ഫിർഔൻ എന്ന സ്വേച്ഛാധിപതിയായ രാജാവ് ഇസ്രായേൽ വംശത്തിൽ ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുവാൻ അല്ലാഹു കൽപ്പിച്ചു. മൂസായുടെ മാതാവ് തദനുസൃതം പ്രവർത്തിച്ചു. നൈൽ നദി കൈറോ സിറ്റിയിൽ നിന്നുള്ള ദൃശ്യം. ഫിർഔന്റെ ഭാര്യയായിരുന്ന ആസിയ എന്ന മഹദി ഒഴുകിവന്ന പെട്ടിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെടുത്ത് ഫിർഔന്റെ കൊട്ടാരത്തിൽ എത്തിച്ചുവെങ്കിലും ഇസ്രായേൽ വംശത്തിലെ ആൺകുഞ്ഞായതിനാൽ ഫിർഔൻ അതിനെ കൊല്ലാൻ ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം ഉപേക്ഷിച്ചു. കുഞ്ഞിന് മുല കൊടുക്കാൻ വളർത്തമ്മയെന്ന നിലയിൽ കുഞ്ഞിനെ മാതാവിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. മാതാവാണെന്ന് ഫിർഔൻ അറിയാതെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നീട് മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന യുവാവായി. ഒരിക്കൽ ഒരു അക്രമിയായ കിബ്തിയുടെ മർദ്ദനത്തിൽ നിന്ന് നിരപരാധിയായ ഒരു ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനിടയിൽ മൂസാ നബിയുടെ കയ്യാൽ കിബ്തി കൊല്ലപ്പെട്ടു. അബദ്ധത്തിൽ സംഭവിച്ചുപോയ ഈ കൊലപാതകത്തിലെ പ്രതി എന്ന നിലയിൽ ഫിർഔന്റെ സൈന്യം തന്നെ വേട്ടയാടുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ മൂസാ നബി നാട് വിട്ടോടി. സിനായും ഇസ്രായേലിലെ നേഗേവ് മരുഭൂമിയും കടന്ന് 600 കിലോമീറ്ററിലധികം ഒറ്റക്ക് സഞ്ചരിച്ച് മദിയനിൽ അദ്ദേഹം എത്തി. പിന്നീട് നടന്ന സംഭവം ഖുർആൻ അധ്യായം 28 അൽ ഖസസ് 23 വിവരിക്കുന്നത് കാണുക. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. മദിയനിലെ വെള്ളസ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി. അവർക്കിപ്പുറത്ത് ആടുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ആട്ടിടയന്മാർ വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വലിയൊരു വൃദ്ധനുമാണ്. അവരുടെ ആടുകൾക്ക് തിരക്കിനിടയിൽ ചെന്ന് മൂസാ നബി വെള്ളം കോരിക്കൊടുത്തു. ഇതാണ് ഖുർആൻ പറഞ്ഞ ആ മദിയനിലെ വെള്ളസ്ഥലം. അധ്യായം 28 ഖസസ് 24 സൂക്തം.
فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. അങ്ങനെ അവർക്ക് വേണ്ടി അദ്ദേഹം വെള്ളം കൊടുത്തു. പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറിയിരുന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. മൂസാ നബി വിശ്രമിച്ചത് ഈ തണലിലാണ്. അപ്പോൾ സ്ത്രീകളിൽ ഒരാൾ വന്ന് പറഞ്ഞു, ആടുകൾക്ക് വെള്ളം കൊടുത്തതിന്റെ പ്രതിഫലം തരാൻ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. ആ പിതാവ് ഷുഐബ് നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഈ കുന്നിനപ്പുറത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഷുഐബ് നബിയുടെ മകളെ വിവാഹം കഴിച്ച് 10 വർഷം മദിയനിൽ ജീവിച്ച ശേഷം ഭാര്യയോടൊപ്പം മദിയനിൽ നിന്ന് യാത്ര പോവുകയായിരുന്ന മൂസാ നബി ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗമായ ദക്ഷിണ സിനായിൽ ഈ തുവാ താഴ്വരയിലെത്തി. രാത്രിയിലെ ഇരുട്ടിൽ അല്ലാഹു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങൾ അധ്യായം 20 ത്വാഹ 12 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നു. فلما أتاها نودي يا موسى إني أنا ربك فاخلع نعليك إنك بالواد المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു: ഓ മൂസ, തീർച്ചയായും ഞാനാകുന്നു നിന്റെ രക്ഷിതാവ്. അതിനാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചുവെക്കുക. നീ തുവ എന്ന പരിശുദ്ധമായ താഴ്വരയിലാകുന്നു. ഞാൻ നിന്നെ ദൈവദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ നിനക്ക് ബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ നീ എന്നെ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. തുവാ താഴ്വരയിൽ പ്രസ്തുത സ്ഥലത്ത് AD 330 ക്രിസ്ത്യൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ നിർമ്മിച്ചതും AD 530 ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം വിപുലീകരിച്ചതുമായ സെന്റ് കാതറിൻ എന്ന ക്രിസ്ത്യൻ കോംപ്ലക്സ് ആണ് ഇത്. ദൈവവുമായുള്ള ദീർഘമായ സംഭാഷണങ്ങൾ നടന്നത് ഒരു മരത്തിന്റെ സമീപത്ത് വെച്ചായിരുന്നു. അധ്യായം 28 അൽ ഖസസ് 30. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്ത് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു: ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവായ അല്ലാഹു. അള്ളാഹുവിന്റെ ശബ്ദം കേട്ട സ്ഥാനത്തുണ്ടായിരുന്ന ആ മരത്തിന്റെ തുടർച്ചയായി ഒരു മരം അതേ സ്ഥാനത്ത് ഇപ്പോഴും കാണാം. തീജ്വാല കണ്ടതിനാൽ ബേണിംഗ് ബുഷ് എന്ന പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ നിർമ്മിച്ച ഈ സെന്റ് കാതറിൻ കോംപ്ലക്സിന് സംരക്ഷണം നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷത്തിൽ കൊടുത്ത കത്ത് പ്രവാചകന്റെ വിശാല മനസ്കതയുടെയും ഇതര മതസ്ഥരോടുള്ള ഉദാര സമീപനത്തിന്റെയും
തെളിവായി നിലനിൽക്കുന്നു. അതിന്റെ കോപ്പി ഈ കോംപ്ലക്സിനകത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. മൂസാ നബിയോടുള്ള സംസാരത്തിനിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിടുവാൻ അല്ലാഹു കൽപ്പിച്ചു. നിലത്തിട്ട ഉടനെ അതൊരു പാമ്പായി തീർന്നു. അതിനെ പിടിച്ചപ്പോൾ വീണ്ടും പഴയ രൂപത്തിൽ വടിയായി മാറുകയും ചെയ്തു. തന്റെ കൈ കക്ഷത്തിൽ വെക്കുവാൻ വീണ്ടും മൂസാ നബിയോട് അല്ലാഹു കൽപ്പിച്ചു. കക്ഷത്തിൽ നിന്ന് കൈയെടുത്തപ്പോൾ അത് തൂവെള്ള നിറമുള്ളതായി തീർന്നിരുന്നു. പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിനുള്ള 2 അമാനുഷിക സിദ്ധികളായിരുന്നു ഇവ. പിന്നീട് ഹാറൂൻ നബിയെയും കൂട്ടി ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ അല്ലാഹു ആജ്ഞാപിച്ചു. ഫിർഔന്റെ മുന്നിലെത്തിയ അവർ പറഞ്ഞു, ലോകരക്ഷിതാവായ ദൈവത്തിന്റെ ദൂതന്മാരായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനാൽ ദൈവത്തെ അംഗീകരിക്കുക. ഇസ്രായേൽ സന്തതികളെ സ്വതന്ത്രരാക്കി തങ്ങളുടെ കൂടെ വിട്ടുതരികയും ചെയ്യുക. ഫിർഔന്റെ കീഴിൽ നിർത്തിക്കൊണ്ട് അവരെ ഏകദൈവ വിശ്വാസികളാക്കാൻ കഴിയുമായിരുന്നില്ല. താനാണ് ദൈവമെന്ന് വാദിക്കുന്ന ഫിർഔൻ ലോകരക്ഷിതാവായ നാഥനെ അംഗീകരിച്ചില്ല. ഇസ്രായേല്യരെ അടിമകളാക്കി കഠിനാധ്വാനം ചെയ്യിപ്പിച്ചു അദ്ദേഹം. അടിമത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതേയില്ല. ഇസ്രായേല്യരെ അടിമകളാക്കി പണിയൊടിപ്പിച്ച് ഈജിപ്തിലെ ഗീസയിൽ ഫെറോവ രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയ പിരമിഡുകൾ ഇപ്പോഴും ലോകാത്ഭുതങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. BC 5000 മുതൽ BC 332 വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജവംശമാണ് ഫെറോവമാർ. മരണശേഷം തങ്ങളുടെ ശരീരം മമ്മികളാക്കി കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഫെറോവമാരിൽ ചിലർ നിർമ്മിച്ചതാണ് പിരമിഡുകൾ. ഇതിലേറ്റവും വലുത് ചിയോപ്സ് അഥവാ കുഫു രാജാവിന്റെ പിരമിഡാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശരാശരി 2500 കിലോ ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഉയരം 147 മീറ്റർ. 3 ലക്ഷം തൊഴിലാളികൾ വർഷങ്ങളോളം ജോലി ചെയ്താണ് ഈ പിരമിഡ് പൂർത്തിയാക്കിയത്. ക്രെയിനുകളില്ലാത്ത കാലത്ത് ഈ കല്ലുകൾ മുകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ എത്ര കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഗീസയിൽ 2ാമത്തെ പിരമിഡ് ചെഫോൺ രാജാവിന്റേതും 3ാമത്തേത് മൈസേറിനസ് രാജാവിന്റേതുമാണ്. ചെറിയ 3 രാജ്ഞിമാരുടേതാണ്. ഫറോവമാർ ഇസ്രായേല്യരെ മർദ്ദിച്ചിരുന്നുവെന്ന് ഖുർആൻ 7-ാം അധ്യായം 129-ാം സൂക്തം പറയുന്നു. أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിന്റെ മുമ്പും താങ്കൾ ഞങ്ങളുടെ അടുത്ത് വന്ന ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അവൻ അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കുന്നതാണ്. സ്ഫിങ്സ് ഗീസയിൽ പിരമിഡുകൾക്ക് സമീപം സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമായി ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരമായ പ്രതിമയാണ് സ്ഫിങ്സ്. നൂറ്റാണ്ടുകളായി മണലിൽ മറഞ്ഞുകിടന്ന സ്ഫിങ്സ് 1816 കണ്ടെടുത്തത്. അറബിയിൽ ഇതിന് അബുൽ ഹൗൽ എന്നു പറയുന്നു.
ഇതിനെ നൈൽ നദീതടത്തിന്റെ രക്ഷിതാവായി അന്ധവിശ്വാസികൾ കരുതിയിരുന്നു. ഫറോവമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആഭരണം, സ്വർണ്ണക്കട്ടിൽ, നാണയങ്ങൾ, പിരമിഡുകൾക്കുള്ളിൽ ഫറോവമാരുടെ ശരീരം അടക്കം ചെയ്തിരുന്ന മമ്മിക്കൂടുകൾ. പിൽക്കാലത്ത് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഇവ പിരമിഡുകൾക്ക് ഉള്ളിൽ നിന്നും മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇത് സ്വർണം കൊണ്ടുള്ള മമ്മിക്കൂടാണ്. തുത്തൻഖാമൻ എന്ന ഫറോവയുടെ മുഖമൂടി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേല്യരെ ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനിച്ചു. രഹസ്യമായി രാത്രി ഈജിപ്തിൽ നിന്ന് മൂസാ നബിയും ഹാറൂൻ നബിയും ആയിരക്കണക്കിന് ഇസ്രായേല്യരെയും കൊണ്ട് ഒളിച്ചോടി. ഈ വിവരമറിഞ്ഞ ഫിർഔൻ വൻ സൈന്യവുമായി അവരെ പിടികൂടാൻ പുറപ്പെട്ടു. ചെങ്കടലിന്റെ വടക്കേ അറ്റത്തുള്ള സൂയസ് ഉൾക്കടലിന്റെ വടക്കേ അറ്റത്താണ് ഇരുകൂട്ടരും എത്തിയതെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നിർണായക ഘട്ടത്തിൽ അള്ളാഹു കൽപ്പിച്ചു. 26-ാം അധ്യായം 63-ാം സൂക്തം. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. അപ്പോൾ മൂസാക്ക് നാം ബോധനം നൽകി, നിന്റെ വടികൊണ്ട് നീ കടലിൽ അടിക്കുക എന്ന്. അങ്ങനെ കടൽ പിളരുകയും വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെയായി തീരുകയും ചെയ്തു. അപ്പോൾ പിളർന്ന സൂയസ് ഉൾക്കടലിന്റെ ഭാഗമാണിത്. രണ്ടു ഭാഗത്തേക്കും കുന്നുകൾ പോലെ വെള്ളം മാറി നിന്നു. വെള്ളമില്ലാത്ത ഉണങ്ങിയ ഒരു വഴി കടലിൽ രൂപപ്പെട്ടു. അതിലൂടെ ഇസ്രായേല്യർ അക്കരെ സിനായിലേക്ക് രക്ഷപ്പെട്ടു. ഫിർഔനും സൈന്യവും കടലിന്റെ മധ്യത്തിൽ കണ്ട വഴിയിലൂടെ ഇസ്രായേല്യരെ പിടികൂടാൻ ഓടിയെത്തി. മധ്യത്തിലെത്തിയപ്പോൾ കടലിനെ അല്ലാഹു പഴയ നിലയിൽ തന്നെയാക്കി. ഫിർഔനും സൈന്യവും മുങ്ങിച്ചത്തു. ഫിർഔന്റെ മൃതദേഹം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അധ്യായം 10 യൂനുസ് 92-ാം സൂക്തം. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കും. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഖുർആൻ പറഞ്ഞത് വ്യക്തമായും പുലർന്നു. 1881 ചെങ്കടലിൽ നിന്ന് കിട്ടിയ ഫിർഔന്റെ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മമ്മി ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ നീളം 202 സെന്റിമീറ്ററാണ്. BC 1235 മുങ്ങിച്ചത്ത ഫിർഔന്റെ ജഡം 3116 വർഷങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യം തിന്ന് നശിപ്പിക്കുകയോ ചീഞ്ഞു പോവുകയോ ചെയ്യാതെ നിലനിന്നുവെന്നത് ഖുർആൻ ഒരു ദൈവീക ഗ്രന്ഥമാണെന്നതിന് വ്യക്തമായ തെളിവാണ്. ഇതേ മ്യൂസിയത്തിലെ മറ്റു ഫറോവമാരുടെ ജഡങ്ങൾ കുടൽ ചോർത്തിക്കളഞ്ഞ് പ്രത്യേകം മരുന്ന് പുരട്ടി ശീല ചുറ്റി സൂക്ഷിക്കപ്പെട്ട മമ്മികളാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ
റാംസസ് രണ്ടാമൻ എന്ന ഫിർഔന്റെ ജഡം മമ്മിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇസ്രായേല്യർ ഉയൂന് മൂസയിൽ. ഫിർഔന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേല്യർ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും കീഴിൽ സീനായിൽ താമസിച്ച ഉയൂന് മൂസ എന്ന സ്ഥലമാണിത്. മൂസയുടെ ഉറവുകൾ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഇസ്രായേല്യർ 12 ഗോത്രങ്ങളായിരുന്നു. ഓരോ ഗോത്രത്തിനും കലഹിക്കാതെ വെള്ളം ശേഖരിക്കാൻ വെവ്വേറെ വെള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കിണർ. സീനായുടെ ശൂന്യതയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതും ഇസ്രായേല്യർ ഉപയോഗിച്ചതുമായ മറ്റൊരു ഉറവയാണിത്. വെള്ളം തിരിച്ചുവിടാൻ നടത്തിയ വിഫലമായ ശ്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇരുമ്പുകുഴലിന്റെ അവശിഷ്ടമാണ് ഉറവസ്ഥാനത്ത് കാണപ്പെടുന്നത്. മറ്റു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ചിലരുടെ വെള്ളസ്ഥാനങ്ങൾ സീനായിൽ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിലായി വറ്റാതെ നിലനിൽക്കുന്നു. വറ്റിപ്പോയ ഒരു വെള്ളസ്ഥാനമാണിത്. ദക്ഷിണ സീനായിലേക്ക് നീങ്ങിയ ഇസ്രായേല്യരെ മൂസാ നബി തുവാ താഴ്വരക്ക് സമീപത്തുള്ള വാദി റാഹയിൽ താമസിപ്പിച്ചു. മൂസാ നബി 2ാം പ്രാവശ്യമാണ് തുവാ താഴ്വരയിലേക്ക് വരുന്നത്. ഇക്കാലത്ത് ഇസ്രായേല്യർക്ക് വെള്ളക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ അവർ മൂസാ നബിയോട് അവലാതിപ്പെട്ടു. പിന്നീട് നടന്ന സംഭവം അല്ലാഹു വിവരിക്കുന്നു. അധ്യായം 7 അഅറാഫ്, സൂക്തം 160. وقطعناهم 12 أسباطا أمما وأوحينا അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു. മൂസായോട് അദ്ദേഹത്തിന്റെ ജനത കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടികൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് നാം ബോധനം നൽകി. അപ്പോൾ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. അതിനെക്കുറിച്ചാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. قال انا عليه الصلاه والسلام 40 يوم ميقات 40 يوم قال لميقات ربي 40 يوم امه لميقات الله ايوه كتلهم. وبعدين خبط لهم الصخره ب 12 عين. طلعوا 12 عين قالوا انا عايزين نشرب يا موسى. خبط 12 عين وبعدين شربوا من വാദി അർബഈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താഴ്വരയിൽ മൂസാ നബി അടിച്ചത് ഈ കല്ലിന്മേലാണ്. ഉറവുകൾ ഒലിച്ചതിന്റെ അടയാളം ഇപ്പോഴും നിലനിൽക്കുന്നു. പിന്നീട് വറ്റിപ്പോയി. ഇത് തുവാ താഴ്വരയുടെ ഏകദേശം 3 കിലോമീറ്റർ അടുത്താണ്. തുവായിൽ താമസിക്കുന്ന സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ഡോക്ടർ മാജിദി നാസിഫും ഡോക്ടർ മുസ്തഫ എ മൗസിയും ഈ ചരിത്ര സംഭവത്തെ പറ്റിയാണ് പറയുന്നത്.
through asphaltic road, 6 kilometers from here. On the way. Yeah, on the way. സീനാക്ക് സമീപം ഇസ്രായേല്യരെ താമസിപ്പിച്ച് 7359 അടി ഉയരമുള്ള ഈ സീനാ പർവ്വതത്തിന്റെ മുകളിൽ 40 ദിവസം ഭജനമിരിക്കുവാൻ അല്ലാഹു മൂസായോട് കൽപ്പിച്ചു. അധ്യായം 7 അഅ്റാഫ്, സൂക്തം 142. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസാക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയാക്കി. മൂസ തന്റെ സഹോദരനായ ഹാറൂൻ നബിയോട് പറഞ്ഞു, എന്റെ ജനതയുടെ കാര്യത്തിൽ നീ എന്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഹോറേബ് എന്ന് ബൈബിളിൽ പറയുന്ന ഈ പർവ്വതമുകളിൽ മൂസാ നബി ഭജനമിരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അധ്യായം 7 അഅ്റാഫ്, സൂക്തം 143. നീ എന്നെ കാണുകയില്ല, എങ്കിലും അടുത്തൊരു മലയിലേക്ക് നോക്കൂ. ആ പർവ്വതത്തിലേക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അത് പൊടിഞ്ഞു തകർന്നു. മൂസാ നബി ബോധം കെട്ട് വീണു. പിന്നീട് ബോധം തെളിഞ്ഞു. അള്ളാഹുവിന്റെ സാന്നിധ്യം താങ്ങാനാവാതെ തകർന്ന പർവ്വതം സീനാ പർവ്വതത്തിന് സമീപം ഈ താഴ്വരയിൽ എവിടെയോ ആയിരുന്നു. ഇസ്രായേല്യർ ഉൾപ്പെടുന്ന അന്നത്തെ ജനങ്ങളെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ ദൈവം തൗറാത്ത് ആകാശലോകത്തിൽ നിന്ന് മൂസാ നബിക്ക് ഇറക്കിക്കൊടുത്തത് സീനാ മലയിൽ വെച്ചാണ്. മോസസിന് 10 കമൻമെന്റ്സ് അഥവാ 10 കൽപ്പനകൾ കിട്ടിയത് ഇവിടെ വെച്ചാണെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇങ്ങനെ വായിക്കാം. ബൈബിൾ പഴയ നിയമം പുറപ്പാട് 20 2 മുതൽ 5 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഈജിപ്ത് ദേശത്തിലെ അടിമഭവനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നവൻ ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കായി ഉണ്ടാകരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിന്റെയും ബിംബം ഉണ്ടാക്കരുത്. നീ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി നിർമ്മിച്ച ചർച്ച്. ഉസ്മാനിയ ഭരണകാലത്ത് നിർമ്മിച്ച കൊച്ചു മുസ്ലിം പള്ളി. മൂസാ നബി സീനാ പർവ്വതത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഇസ്രായേല്യരിൽ ഒരു വിഭാഗം സാമിരി എന്ന സ്വർണപ്പണിക്കാരൻ ഉണ്ടാക്കിക്കൊടുത്ത സ്വർണ പശുക്കുട്ടിയെ പൂജിച്ച് അള്ളാഹുവിന്റെ കോപത്തിനിരയായത് ഈ വാദി റാഹയിൽ താമസിക്കുമ്പോഴാണ്. ഇക്കാര്യമാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഗവേഷകൻ കമാൽ ഔദ വിവരിക്കുന്നത്. وانتظروا سيدنا موسى حينما ذهب إلى ميقات ربه والعجل الذي عبده بني إسرائيل مطبوع على الصخر بمواجهة وادي الراحة مطبوع على الجبل في مواجهة وادي الراحة. ഈ പ്രദേശം ഇപ്പോൾ സെന്റ് കാതറിൻ വില്ലേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നിന്ന് 510 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് മൂസാ നബിയുടെ സഹായിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഹാറൂൻ നബി
നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച കെട്ടിടമാണ് തുവാ താഴ്വരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുന്നിൻ മുകളിൽ കാണുന്നത്.